സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 13 3 തിരുവചനം. എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 13 സങ്കീർത്തനം 3 തിരുവചനത്തിൽ ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് നാം കാണുക. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഈ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയം ദൈവം അദ്ദേഹത്തെ കടാക്ഷിക്കണമെന്നാണ്. ദൈവം തൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെന്നാണ്. താൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കുവാൻ തൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ് ദൈവിക കടാക്ഷം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നമുക്ക് ആവശ്യമാണ്. നാം മരണനിദ്ര അഥവാ നിത്യമായ മരണം പ്രാപിക്കാതിരിക്കുവാൻ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കണം. എന്നാൽ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇതൊക്കെ ദൈവപ്രവൃത്തിയാണ്. ഇത് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അവ ദൈവം അവരെ കടാക്ഷിക്കും. ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ദൈവം അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. ഈ ഭക്തൻ്റെ പ്രാർത്ഥനയിൽ നാം കാണുക, ദൈവത്തിൻ്റെ കടാക്ഷം കൂടാതെയുള്ള ജീവിതം ദുസ്സഹമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ കടാക്ഷത്തിൻ്റെ ഗുണഗണങ്ങൾ, നന്മകൾ അദ്ദേഹം രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. പല സന്ദർഭങ്ങളിൽ, താൻ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളിൽ, മാതാപിതാക്കൾ ഉപേക്ഷിച്ച അവസ്ഥകളിൽ, സഹോദരങ്ങളും വേണ്ടപ്പെട്ടവരും ചാർച്ചക്കാരും സുഹൃത്തുക്കളും എല്ലാവരും തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ ഈ ഭക്തനുണ്ട്. അപ്പോഴൊക്കെ തന്നെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ കടാക്ഷമാണ്. മാത്രമല്ല, താൻ കഴിച്ച പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകിയതാണ്. താൻ മരണനിദ്ര പ്രാപിക്കുവാനുള്ള അനേക സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവം തൻ്റെ മുഖപ്രകാശം അദ്ദേഹത്തിൻ്റെ മേൽ അത്ഭുതകരമായി അയച്ചുകൊണ്ട് അദ്ദേഹത്തെ നശിച്ചു പോകാതെ നിലനിർത്തി. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് തിരുവചനം പറയുന്നു. ഈ ഭക്തൻ മരണകരമായ പാപവും ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പാപം ചെയ്തതിന് ശേഷം തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ പൊട്ടിക്കരഞ്ഞ് അനുതപിച്ച് പാപക്ഷമയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ദൈവം പാപക്ഷമ നൽകി താൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കുവാൻ തൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനിടയായി. ഇവിടെ ഈ വായിച്ചു കേട്ട 13 സങ്കീർത്തനം 3 വാക്യത്തിലൂടെ നമുക്ക് ദൈവം നൽകുന്ന ആ സ്വർഗീയ ചിന്ത ഇതാണ്: നാം അനുദിനം പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. അതേ, ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദയയ്ക്കായി, കടാക്ഷത്തിനായി, ദൈവിക നന്മകൾക്കായി, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി, ആശീർവാദത്തിനായി ദൈനംദിനം പ്രാർത്ഥിക്കുന്നവരായിത്തീരുക. ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ പ്രാർത്ഥിക്കുന്ന ഭക്തനെ കൈവിടുന്ന ഒരു ദൈവമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. വീണ്ടും പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ കൈവിടുന്ന ഒരു ദൈവമല്ല ഈ പ്രപഞ്ച സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ ഈ ഭക്തനെ പോലെ ദൈവത്തിൻ്റെ കൃപ കടാക്ഷങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാകാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അത് വൈകിയാലും വരും. അതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആമേൻ.
കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടിച്ചുയർന്നിടും. ഭയന്നിടാതെ മടിച്ചിടാതെ തളർന്നിടാതെ ഓടിടും. ഈ യാത്രയിൽ ഞാൻ ക്ഷീണമെന്നെ അനുദിനം ഗമിച്ചിടും. യഹോവയെ കാത്തിരിക്കും ഞാൻ, ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചിറകടിച്ചുയർന്നി